ഊട്ടി റോഡാണ് ഈ കാണുന്നത്. ഊട്ടി റോഡ് നല്ല അടിപൊളി കുട്ടി, നല്ല കുട്ടിയാണ് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് എന്തായാലും കൊടുത്തിമലൻ്റെ മച്ചന്മാരവിടെ കോട വരുന്നുണ്ട് കേട്ടോ. നട്ടുച്ചി കോട. അപ്പോൾ മച്ചാന്മാരെ പുതിയ ഒരു കിഡിലൻ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനും ഷെബീർ മച്ചാനും കൂടെയാണ് ചെറുതായിട്ടൊന്ന് കറങ്ങിയിട്ടുണ്ട്. നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും വലിയൊരു ഹില്ല് എന്ന് തന്നെ പറയാം. ഏറ്റവും വലിയ ഹില്ലായിട്ടുള്ള പെരുന്തൽമണ്ണയിലെ കൊടുകുത്തിമലയിലേക്ക് പോകുന്നത്. കൊടുകുത്തിമലയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ സമുദ്രനിരപ്പിൽ നിന്ന് 540 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ നിലവിൽ കണ്ടോ മലപ്പുറം ജംഗ്ഷനാണത്. മലപ്പുറം ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഏകദേശം എത്ര ഉണ്ടാവും ചേട്ടാ? ഒരു 32 കിലോമീറ്റർ. ഒരു 32 കിലോമീറ്ററാണ് നമുക്ക് ഇവിടുന്ന് ട്രാവൽ ചെയ്യാറുള്ളത് കൊടുകുത്തിമലയ്ക്ക്. പിന്നെ പെരിന്തൽമണ്ണയിൽ നിന്ന് ഒരു 9 കിലോമീറ്റർ ഉണ്ടോ. അമ്മിണിക്കാട് ഹില്ലിലാണ് നമ്മുടെ ഈ കൊടുകുത്തിമല, ഈ മൗണ്ടെയിൻ സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ച അതിഗംഭീരമാണ്. ഒരു രക്ഷയില്ല, കിട്ടില്ല ലാൻഡ്സ്കേപ്പാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് കുറച്ച് കറങ്ങി തിരിഞ്ഞാണ് പോകുന്നത്. നമുക്ക് ഏകദേശം 7 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കൊടുകുത്തിമല എന്തായി. നല്ല അടിപൊളി കുട്ടി, നല്ല കുട്ടിയാണ്. ഊട്ടി റോഡാണ് ഈ കാണുന്നത്. ഊട്ടി റോഡ്. ഇവിടെ അടുത്ത് EMS ഹോസ്പിറ്റലുണ്ട്. പൊങ്ങ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ അമ്മിണിക്കാട് മൗണ്ടെയിൻ വ്യൂവിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഈ ബാക്കിൽ കാണുന്ന ആ വ്യൂ ആണ്. കണ്ടോ, ഒരു മലനിര കണ്ടോ, ഇങ്ങനെ ഭീകര മലനിരയാണ്. ഒരുപാട് കാറിൽ പോകുന്ന ആൾക്കാരെ എന്നൊക്കെ പറയണം. അപ്പോൾ മച്ചന്മാരെ, ഇനി നമുക്ക് മുകളിലെത്തിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ അറിയാം. അപ്പോൾ മച്ചന്മാരെ, നമ്മൾ കൊടുകുത്തിമലൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടാണ് നമ്മൾ. ഇവിടെ ക്ലോസ് ഇടുന്നൊക്കെ ഏരിയുണ്ട്. പണി മിക്കവാറും പാങ്ങാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. വെൽക്കം ടു കൊടുകുത്തിമല ടൂറിസം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പോയി നോക്കാം. അപ്പോൾ മച്ചന്മാരെ, ഇവിടെ റോഡ് പണി കുറച്ച് എക്സ്ട്രാ വർക്കൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണത്താൽ നമുക്ക് മുകളിൽ കയറാനുള്ള ഒരു അനുമതി ഇപ്പോൾ ഇന്നില്ല. ഇവിടെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ടൈമില്ല, ഇന്ന് ഓപ്പണല്ല, ഏപ്രിൽ മുതലേ സ്റ്റാർട്ടാവുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
പിന്നെ ഇവിടെ നമുക്ക് കൊടുകുത്തിമലയിൽ കണ്ടോ രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ടൈം. എക്സിറ്റ് ടൈം വൈകുന്നേരം 6:30. തിങ്കളവധി എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു ദിവസം കാണാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് എന്തായാലും കൊടുകുത്തിമലൻ്റെ മേലെ കയറാൻ പറ്റില്ല. ഇപ്പോൾ കുറച്ചായിട്ട് ഫുള്ള് മൂഞ്ചലാണ്. അപ്പോൾ നമുക്ക് തൽക്കാലം ഇവിടെ നിന്നുള്ളൊരു വ്യൂ നോക്കട്ടെ. പിന്നെ വന്ന സമയത്ത് ഇവിടെ കണ്ടോ ഫുള്ള് കാടായിരുന്നു കേട്ടോ. ഈ നമ്മൾ മുകളിലേക്ക് കയറി പോകുന്ന സ്ഥലത്ത് ഫുള്ള് കാടായിരുന്നു. ഇപ്പോൾ സംഗതികൾ 1700 അടി ഉയരത്തിലാണ് ഈ കൊടുകുത്തിമല സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഇവിടെ പാർക്ക് എന്തെങ്കിലും വല്ല പറ്റപ്പെടാം. ചെറിയ കുട്ടികൾക്കുള്ള പാർക്കുകൾ മേലെ ഇവിടെ നാളത്തുനിന്ന് ഇറങ്ങിയേക്കല്ലോ. നല്ല ചൂടാട്ടാ, നല്ല ചൂടാണ്. ഇവിടെ വണ്ടി ഇറങ്ങിയതാ. ഈ സൈഡൊക്കെ ഫുള്ള് കത്തിച്ചതാണോ ഇനി കത്തിപ്പോയതാണോ അറിയില്ല. അവിടെ ആ സൈഡിൽ ആകെ വേറെ കത്തുന്നുണ്ട്. എന്തായാലും അവിടെ കോടുണ്ട് കേട്ടോ. ആ കണ്ട് മച്ചന്മാരവിടെ കോട വരുന്നുണ്ട് കേട്ടോ. നട്ടുച്ചയ്ക്ക് കോട 2 മണിക്ക് 2 മണിക്ക് കോട. ഇവിടെ ഫാക്ടറിയിൽ ആരോ കത്തിക്കണേ. സത്യം പറഞ്ഞാൽ ആരോ കത്തിച്ചാണ്. നമുക്ക് വേണമെങ്കിൽ കോടായിട്ട് കൂട്ടാം. കാരണം പോക്കല്ല, നമ്മൾ കോട പോലെ കാണുന്ന സംഗതി തന്നെയാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 180 ഡിഗ്രിയിലാണ്. 180 ഡിഗ്രി ഭയങ്കര വ്യൂ കേട്ടോ. പെരിന്തൽമണ്ണ ടൗണ് മൊത്തം എല്ലാ ഭാഗവും കാണാം. ഏതൊക്കെ ഭാഗം എന്നറിയില്ല. എന്തായാലും അടിപൊളി. അപ്പോൾ വശമാരെ ഒരു കിടിലൻ വ്ളോഗുമായിട്ട് നമുക്ക് കൊടുകുത്തിമലയിൽ വീണ്ടും ഒരിക്കലും കൂടെ വരാം എന്ന് ആഗ്രഹിക്കുന്നു. എന്തായാലും നമ്മൾ തീർച്ചയായിട്ടും വരും. അപ്പോൾ ഈ വ്ളോഗ് ഇവിടെ സൈൻ ഔട്ട് ചെയ്യാണ്. ഓക്കെ, നെക്സ്റ്റ് കിടിലൻ വീഡിയോയിൽ കാണാം.